നമസ്കാരം. മൈസെൽഫ് ഡോക്ടർ അഖിൽ ടോം മാത്യു, ആരോഗ്യമന്ത്ര ഇൻ്റഗ്രേറ്റഡ് ഹീലിംഗ്. സ്ട്രോക്കിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഹൈപ്പർ അക്യൂട്ട് ആയിട്ടുള്ളൊരു ഫേസ്, അതുപോലെ തന്നെ അക്യൂട്ട് ഫേസ്, പിന്നെ സബ് അക്യൂട്ട് ആയിട്ടുള്ളൊരു ഫേസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. ഈ ഹൈപ്പർ അക്യൂട്ട് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ എമർജൻസി കൃത്യമായിട്ടും വേണ്ടുന്ന സാഹചര്യമാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഈ സിംറ്റംസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് ഇഷീമിക് ആണോ ഹെമറേജിക് ആണോ എന്നുള്ളത് കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ടുന്ന മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നൽകിയതിന് ശേഷം സബ് അക്യൂട്ട് ആയിട്ടുള്ള ഫേസിലും അക്യൂട്ട് ഫേസിലുമാണ് കൂടുതലായിട്ടും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നൽകുന്നത്. ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലാണ് ആയുർവേദത്തിൽ പക്ഷാഘാതം ചികിത്സ, അതായത് പക്ഷാഘാതം സ്ട്രോക്കുമായിട്ട് കോറിലേറ്റ് ചെയ്തേക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് സ്ട്രോക്കിന് നമ്മൾ നൽകുന്നത്? ഒന്നാമതായി ആയുർവേദത്തിൽ നസ്യം കൃത്യമായിട്ടും നാസ്വാദ്വാരങ്ങളിൽ ഇൻസ്റ്റലേഷൻ ഓയിൽ ചെയ്തുകൊണ്ട് ബ്രെയിൻ സ്റ്റിമുലേഷനാണ് കൂടുതലായിട്ടും നസ്യം തുടങ്ങിയ ചികിത്സകൾ കൊണ്ട് ഫലപ്രാപ്തിയിലെത്തുന്നത്. അതുപോലെ തന്നെ ശിരോധാര ചെയ്യുന്നത് മൂലം നമ്മളെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുകയും അതിന് വേണ്ടുന്ന പോഷകമായിട്ടുള്ള രീതിയിലാണ് ശിരോധാര ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി വരുന്നത് യോഗയിലേക്ക് വരുമ്പോൾ അസിസ്റ്റഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് യോഗയാണ് സ്ട്രോക്കിന് നമ്മൾ നൽകുന്നത്. കൃത്യമായിട്ടും എന്താണ് കണ്ടീഷൻ എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രാണായാമം, മെഡിറ്റേഷൻ കൂടുതലായി ഫോക്കസ് ചെയ്ത് ആസനാസ് എല്ലാം നൽകിക്കൊണ്ടാണ് നമ്മൾ യോഗയിൽ ചെയ്യുന്നത്.